വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ, ഒന്നും കാണാൻ പറ്റുന്നില്ല, മുറുകെ പിടിക്ക്. എന്റെ മോൾ അവസാനമായി പറഞ്ഞത് ഇതാണ്. ഏകപർണികയുടെ വേർപാടിൽ നെഞ്ചുലഞ്ഞ അമ്മ ആശയുടെ ആർത്തനാദം. മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രിയിൽ കട്ടപ്പന കളീക്കൽ വിഷ്ണു സോമന്റെയും ആശയുടെ മകൾ ഏകപർണിക മരിച്ചത് ചൊവ്വാഴ്ച രാവിലെയാണ്. ചികിത്സ പിഴവാണ് കുട്ടിയുടെ മരണത്തിന് കാരണമെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. മോളെ നോക്കാൻ പലതവണ നഴ്സുമാരോട് പറഞ്ഞതാണ്, എന്നാൽ അവർ ഒന്നും ചെയ്തില്ല. രാത്രി 1-നിട്ട ട്രിപ്പിൽ നിന്നും അരക്കുപ്പി പോലും രാവിലെ 7 മണിയായിട്ടും അവളുടെ ദേഹത്ത് കയറിയില്ല. കണ്ണുകൾ മിഴിഞ്ഞ് ചുണ്ടുണങ്ങി ശ്വാസം കിട്ടാതെ വന്നപ്പോഴാണ് കുഞ്ഞിനെയുമായി നിലവിളിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ അടുത്തേക്ക് ഓടിയത്. ചികിത്സിക്കാനെത്തിയ ഡോക്ടർമാരിൽ ഒരാൾ വിറയ്ക്കുന്നുവെന്ന് പറഞ്ഞ് പിന്നിലേക്ക് മാറി. മറ്റൊരു ഡോക്ടറാണ് ഉടൻ അതിതീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചത്. ഞാൻ തന്നെയാണ് കുട്ടിയുമായി ICUവിലേക്ക് ഓടിയത്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ ഞങ്ങളെ വിട്ടുപോയി. ആശയുടെ നെഞ്ചുലിയുന്ന കരച്ചിലിന് ഉത്തരങ്ങളില്ല. വന്നപ്പോൾ മുതൽ ഡ്യൂട്ടി നഴ്സ് മോശമായാണ് പെരുമാറിയതെന്നും ആശ പറയുന്നു. 9 വയസ്സുള്ള മൂത്ത കുട്ടി തന്നോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. ആ കുഞ്ഞിനെ അവിടെ നിർത്താൻ അനുവദിക്കില്ലെന്നാണ് നഴ്സ് പറഞ്ഞത്. കുഞ്ഞിന്റെ ആരോഗ്യനില വഷളായപ്പോൾ പലതവണ നഴ്സിനെ അറിയിച്ചുവെങ്കിലും അവർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആശ ആരോപിക്കുന്നു. കുഞ്ഞിന്റെ നില ഗുരുതരമാണെന്ന് അറിഞ്ഞപ്പോൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് തങ്ങൾ പറഞ്ഞുവെങ്കിലും കുട്ടി വെന്റിലേറ്ററിലായതിനാൽ വിടാൻ പറ്റില്ലെന്ന് അധികൃതർ പറഞ്ഞെന്നും ആശയും ഭർത്താവ് വിഷ്ണുവും ആരോപിച്ചു. ഇന്നലെ രാവിലെ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. വൈകിട്ട് ജന്മനാട്ടിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കാരം നടത്തി. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും കുഞ്ഞിന്റെ മരണകാരണം ഡയഫ്രമാറ്റിക് ഹെർണിയാണെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചെന്നുള്ള കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ഇതിനായി 4-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ്, ആശുപത്രി സൂപ്രണ്ട് KP ജയപ്രകാശ് എന്നിവർ അറിയിച്ചു. സംഭവത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി റിപ്പോർട്ട് തേടി.